ഹലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ രാത്രിയാണ് കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. കല്യാണത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. രാത്രി ഒരു 7 മണിക്ക് ശേഷമാണ് കല്യാണ ഫംഗ്ഷൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഒരുങ്ങി ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തി ഫ്ലവർ ഷോപ്പിലെല്ലാം കയറി ബൊക്കെയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ കല്യാണത്തിന് അവർ ഗിഫ്റ്റൊന്നും സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ബൊക്കെയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് പെണ്ണിൻ്റെ പേര് അംബാലിക ആൻഡ് സൗമിക്. ഭയങ്കരമായിട്ട് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ഫോട്ടോസെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടുത്തെ കല്യാണം ബംഗാളിലെ കല്യാണം ആദ്യമായിട്ട് കൂടുന്നതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി ആദ്യമായിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. നമ്മുടെ ഇവിടെ തലേദിവസം ഹാൽദി ഫംഗ്ഷനൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് അതൊക്കെ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയായി നേരെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ പോയി. നമ്മുടെ അവിടുത്തെ പോലെ സ്റ്റേജ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് കല്യാണ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലയിടുന്ന ചടങ്ങ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഡിറ്റോറിയം ഈ ഭാഗത്തൊന്നും ആരുമില്ല. അവർ മന്ത്രങ്ങളും അതെല്ലാം ചെയ്ത് പൂജാരിയെല്ലാം ഇരുന്ന് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ബ്രൈഡൽ ലുക്ക് കണ്ടോ, നമ്മുടെ അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യാസമാണല്ലേ. ഓരോ നാട്ടിലും അവരുടേതായ രീതികളുണ്ടാവും, കൾച്ചറൽ ഉണ്ടാവും, എല്ലാം അറിയാൻ പറ്റുക. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ മാലയിടൽ ജസ്റ്റ് ചടങ്ങുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10-11 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതോടെ നടന്നോളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ സൈഡിൽ കൂടെ ഫുഡൊക്കെ കഴിക്കണം. ആദ്യം കോഫി വന്നു, കോഫിയൊക്കെ കഴിച്ചു. ഫുള്ള് ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കാണ്. നമ്മുടെ അവിടെയൊക്കെ ആകുമ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ബ്രൈഡിനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും. ഇത് ക്രൗഡിനിടയ്ക്ക് ശരിക്കും ഫോട്ടോസ് എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടാകുന്നില്ല. മന്ത്രങ്ങളെല്ലാം ചൊല്ലി അങ്ങനെ അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് സംസാരിക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റില്ല. ഒരുപാട് മിഡ് നൈറ്റ് വരെയൊക്കെയായിരുന്നു ഇവരുടെ ഫംഗ്ഷൻ. അപ്പം നമുക്ക് ജസ്റ്റ് സൈഡിൽ കൂടെ ഫുഡ് കഴിക്കാൻ പോവാം. അതിനിടയ്ക്ക് ഇവിടെ അവർ സ്റ്റാർട്ടേഴ്സ് എല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻസ് വേറെ ഉണ്ടായിരുന്നു, നോൺ വെജ് വേറെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് മോക്ടെയിൽ ഉണ്ടായിരുന്നു, മോക്ടെയിൽ ബാറ്, പിന്നെ ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ. ഫുഡ് അടിയാണല്ലോ നമ്മുടെ മെയിൻ. മോക്ടെയിലൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഈ സ്വീറ്റ് പാൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പാൻ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ രസമായിരുന്നു. പാനിപ്പൂരിയും എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടി പോയി. മെയിൻ കോഴ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജിന് വേറെ കൗണ്ടർ, നോൺ വെജ് വേറെ കൗണ്ടർ. നല്ല ഭംഗിയിലായിരുന്നു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സർവീസും നല്ലതായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. മെയിനായിട്ട് റൈസ്, ഫ്രൈഡ് റൈസ്, പ്രോൺസ് ഫ്രൈഡ് റൈസ്, മട്ടൻ കൊശ, പിന്നെ നാന്, ചന്ന മസാല അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിനാണ് ഇവിടുത്തെ സ്വീറ്റ്സ്. ഈ സ്വീറ്റ് ചട്നി, ഐസ്ക്രീം, അതെല്ലാം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ആദ്യമായിട്ട് കല്യാണം കൂടിയിട്ട് സന്തോഷത്തിൽ തിരിച്ചു പോകും.